നമ്മളെ പൊന്മുടിയിലോട്ടുള്ള ലാസ്റ്റത്തെ വരക്കോണ്. കൊതി തീർന്ന്, നല്ല കൊതി തീർന്ന്. മഴയും നനഞ്ഞ് മഞ്ഞും കണ്ട് സൂപ്പറായിരിക്കും. നല്ല അടിപൊളി കേട്ടാ. ഫുള്ള് കോട, ഫുള്ള് നനഞ്ഞ് ഒരു ഉപ്പാട് വന്നു. ആള് കുറവ്. നമ്മൾ അവധി ദിവസമല്ല വന്ന, അല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് നല്ല നല്ല മഞ്ഞാണ് കേട്ടോ. എൻ്റെ ഫോണിൽ കറക്റ്റ് അറിയാൻ പറ്റണില്ല. നല്ല മഞ്ഞുണ്ട്, കിടിലൻ തണുപ്പുണ്ട്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പൊന്മുടിയിലോട്ട് ചെറിയൊരു യാത്ര പോണതാണ് കേട്ടോ. നമ്മൾ എപ്പോഴും പോയിട്ടുള്ളതാണ്. കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് പോയത് ജൂണിലാണ്. ആദ്യമേ നമ്മളിതാ പോയപ്പോൾ തന്നെ കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണിതാ ഈ കാണുന്നത്. ഭയങ്കര ചെറുതായിരുന്നു, ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അത് അടുത്തോട്ട് വന്ന് പേടിച്ച് നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ വിട്ടുപോയി. ഇത് ഏകദേശം ഒരു പകുതി ദൂരമൊക്കെ ആയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളൊരു നല്ല മഴ സമയത്താണേ പോയത്. മുമ്പൊക്കെ നമ്മൾ അറിഞ്ഞൂടാ നല്ല മൊട്ടം വെയിലത്തൊക്കെ പോയി ഒന്നും കാണാൻ പറ്റാതെ വെറുതെ മലയെല്ലാം കണ്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലായി തുടങ്ങി, കാലാവസ്ഥ എപ്പോഴാണെന്ന്. അവർ സീസൺ ഇട്ടിരിക്കുന്ന ദിവസങ്ങളിൽ പോലും ആയിരിക്കില്ല അവിടുത്തത് ക്ലൈമറ്റ്. നമ്മൾ പതിവില്ലാതെ ആ മയിലിനെ കണ്ടേട്ടോ. അതാണ് ആ വീഡിയോ. മയിൽ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്, പക്ഷേ എപ്പോഴൊന്നും കാണാനൊന്നും പറ്റില്ല. അത് പെണ്ണാ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതിൽ മറ്റേ പീലി സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു, മീനൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ കടയിൽ അവർ ഇട്ട് കൊടുത്ത. അങ്ങനെ അതിനെയും കണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ തിരിച്ചൊന്നും കൂടി വന്ന് അതിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് പിന്നെയും തിരിച്ച് കയറി പോണത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കോട ഇറങ്ങി ഇനി താഴ്ഭാഗത്തോട്ട് കിടക്കണതാണ്. ഈ പോണ വഴിയിലൊന്നും അധികം മഞ്ഞും കോടയോ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ അങ്ങ് ഏകദേശം അങ്ങ് എൻഡിൽ എത്താറായപ്പോഴാണ് ഇതെല്ലാം കണ്ടു തുടങ്ങിയത്. അങ്ങനെ ഇവിടുന്ന് ഇത് 22 അങ്ങനെ എങ്ങാണ്ടാണ് ഹെയർ പിൻ വളവുള്ളത് കേട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഓരോ വളവ് കഴിയുമ്പോഴും ബോർഡ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ പോയപ്പോൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ ഇല്ലായിരുന്നു. അങ്ങ് മുകളിൽ എത്താറായപ്പോഴത്തേക്കാണ് കൂടുതലുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ കൊല്ലവും പോകും കേട്ടോ. അങ്ങനെ ഈ കൊല്ലം രണ്ടാമത്തെ പ്രാവശ്യം എങ്ങാണ്ടാണ് പോയത്. ഈ ഒരു തട്ടുകടയിൽ നമ്മൾ ഇറങ്ങി ചായയെല്ലാം കുടിച്ച് കട്ടനൊക്കെ കഴിച്ച് ആ തട്ടുകടയിൽ നിന്ന് താഴോട്ടുള്ള തേയിലത്തോട്ടം ഉണ്ടല്ലോ, അതിൻ്റെ വ്യൂ ആണ് കേട്ടോ അത്. ആ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ തന്നെ ഒറ്റ മരം എന്നൊക്കെ പറയില്ല, അതൊക്കെ അങ്ങോട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മളിതുവരെ പോയി കണ്ടിട്ടില്ല. അവിടെ നിന്ന് കടയിലെ ആൾ പറഞ്ഞതാണ്. നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടേക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പത്ത് നല്ലൊരു തേയിലയോ ചായയൊക്കെ കുടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യവും ഇവിടെ ഇറങ്ങും ഈ കടയിൽ. സ്ഥിരം പോയി അവരെയൊക്കെ നമുക്ക് അറിയാം. സത്യം പറഞ്ഞാൽ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അവർ സുഖമാണെന്നൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കടിയെല്ലാം കഴിച്ച് നമ്മളവിടെ നിന്ന് തിരിക്കാറായപ്പോൾ പിന്നും അവിടെ നിന്ന് ഇങ്ങനെ കോടയെല്ലാം താഴോട്ട് ഇറങ്ങി തുടങ്ങി കേട്ടോ. മുകളിൽ നിന്നാണ് ഇനി താഴോട്ട് വരണേന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് മുകളിലുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കണത് അതാണ് കേട്ടോ. ഇതിങ്ങനെ കാറ്റടിക്കണ അനുസരിച്ച് താഴോട്ടും ഉയരോട്ടുമൊക്കെ പൊയ്ക്കൊണ്ടേയിരിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ചപ്പോൾ ഒരു ഫാമിലീനെ കണ്ടേ. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കണതാണ് കേട്ടോ. എൻ്റെ അവരുടെ അടുത്ത് കൊച്ചിനെ കണ്ടപ്പോൾ അവർ മിണ്ടി. അങ്ങനെ അപ്പോൾ അവരുടെ അടുത്ത് വിശേഷങ്ങൾ തിരക്കണതാണ്. മകളിലൊക്കെ എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് എവിടെയാണ് താമസിക്കണതെന്നൊക്കെ. അങ്ങനെ അവർ ഭാര്യ ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിള്ളേരെ വിളിക്കാൻ സമയമായി, അപ്പോൾ അതിനു മുമ്പ് പോകണം എന്നും പറഞ്ഞിട്ട് അവർ ഇറങ്ങിയായിരുന്നു. നമ്മൾ അവിടെ എത്തിയ സമയം ഒരു 2:30-3 മണിയൊക്കെ ആവും. ഉച്ച സമയത്താണ് നമ്മൾ തിരിച്ചത്. ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പോയത് നേരെ. ഈ സമയത്തൊക്കെ തന്നെയാണ് നമ്മൾ പോണത്. ഈ സമയത്ത് പോയാൽ നമുക്ക് സന്ധ്യയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരാം. രാവിലെ പോയാൽ ഉച്ച 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരാം. 1-2 മണിക്കൂർ യാത്രയുണ്ട് 2 വീലറിലാണെങ്കിലും. മറ്റേ കാറിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എത്തുന്നു. ഇതൊക്കെ ഏകദേശം അങ്ങ് മുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങണതിൻ്റെ തൊട്ട് താഴോട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം ഇതാണ്ടോ കോട ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ മഴയും ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നേ. അപ്പോൾ റെയിൻകോട്ട് ഇടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടെയാണ് ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് പോണത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി അവിടെ ഞാൻ ഇറങ്ങി നടന്നതാണ്. എൻ്റെ ഫോണിൽ അപ്പോഴേ എനിക്കിത് വീഡിയോ ക്ലിയറായിട്ട് കിട്ടിയോ ഇല്ലേന്ന് ഡൗട്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ സെറ്റായിരുന്നേ. ഇതിന് താഴോട്ട് കുഴിയാണ് കേട്ടോ. പക്ഷെ അവിടെ പാറയും
ചെറിയ ചെറിയ മരങ്ങളൊക്കെ നിൽക്കണത് കാണാമായിരുന്നു. പക്ഷേ ഈ ഇങ്ങനെ കോട ഇറങ്ങി കിടന്നുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് ഒരിടത്തുള്ള വ്യൂവും കിട്ടിയില്ല. ഈ റോഡ് മാത്രമേ ക്ലിയർ അറിയാൻ പറ്റിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നും പോവുകയാണ്, മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഈ കോട കണ്ടാണ് ഇവരെല്ലാം നിർത്തി അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കണത് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കോടയായിരുന്നു. നമ്മളാണെങ്കിൽ എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു പ്ലാനേ ഇല്ലായിരുന്നു. ജസ്റ്റ് പോയി കണ്ടിട്ട് വരാം എന്ന് കരുതിയാണ് നമ്മളെല്ലാവരും പോയത് കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ടെൻഡൻസി, അങ്ങനെയാണ് ഞാൻ പിന്നെ പകുതിയോളമൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. തുടക്കത്തിലൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത്രയും കോട കാണുന്നത്. ഇടയ്ക്ക് ജൂണിൽ പോയപ്പോഴും കണ്ടായിരുന്നു. പിന്നെ ഇതിന് മുമ്പൊക്കെ പോയിട്ട് നമ്മൾ വെറുതെയാണ് പോയിട്ട് വരണത് കേട്ടോ, ഇത്രയും ദൂരമൊക്കെ. പക്ഷേ ഇപ്പം 2 തവണ പോയപ്പോഴും നമുക്ക് പോയതിൻ്റെ ഇതെല്ലാം നല്ല മുതലാക്കിയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. ഇതൊക്കെ ഏകദേശം അങ്ങ് എത്താറായതാണ് കേട്ടോ മുകളിൽ. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നമ്മളൊരു അരമണിക്കൂറൊക്കെ ഇവിടെയൊക്കെ തന്നെ നിന്ന് കേട്ടോ, കുറേ നേരം. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് റെയിൻകോട്ട് ഇടും ഊരി വയ്ക്കും അങ്ങനെയായിരുന്നു. അങ്ങനെ കുറേ നേരം ഇവിടെ നിന്ന് കാറ്റുമുണ്ട്. അങ്ങനെ ഞാൻ നിന്ന് വീഡിയോ എടുത്ത്, ചേട്ടൻ നിന്ന് വീഡിയോ എടുത്ത്. ആൾ കുറവായിരുന്നേ. നമ്മൾ അവധി ദിവസം അല്ലല്ലോ പോയത്, അല്ലാത്തൊരു ചൊവ്വാഴ്ചയായിരുന്നേ പോയത്. ചൊവ്വാഴ്ച ബുധനാഴ്ച എങ്ങാണ്ടാണ് പോയത്. അതുകൊണ്ട് ഒട്ടും ആളില്ലായിരുന്നു. അതുമല്ല ഇടയ്ക്ക് ഇത് അടച്ചിട്ടിരുന്നെന്നും പറഞ്ഞ് ഇൻസ്റ്റയിലും അല്ലാതെയൊക്കെ വീഡിയോ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പഴയതുപോലെ പിന്നെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ടൈം 8 to 4 മണി വരെ എങ്ങാണ്ടാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ബോർഡിൽ. ബസ്സും ഉണ്ടായിരുന്നു, ഒരു ബസ്സും കണ്ടായിരുന്നു. ബസ്സിലും ആൾ കുറവായിരുന്നു. എല്ലാവരും അറിഞ്ഞില്ല ഇത് പഴയതുപോലെ പിന്നെ ഓപ്പണായി എന്ന്. പക്ഷേ മുകളിലോട്ട് എത്തിയപ്പോൾ ഇത്രയും കോട കൂടി കിടന്നതുകൊണ്ട് ഒന്നും കാണാനോ ഒന്നിനും പറ്റിയില്ല. നല്ല അടുത്ത് ചെല്ലണം സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ. ആ കുഴിഭാഗത്ത് ഒന്നും കാണാനോ ഒന്നിനും പറ്റില്ല. അങ്ങ് ചെന്ന് വീണാൽ പോലും തിരിച്ച് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കോട ഇറങ്ങിക്കിടന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ ഏറ്റവും മുകളിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ കടയൊക്കെ വരാനുള്ള, ചെറിയ ചെറിയ കടകൾ. നമുക്ക് അവിടെ നിന്ന് ആ ഒരു ഇതിൽ നല്ല രസമായിരിക്കും. അവർക്കും ചിലവാകുമായിരുന്നു സാധനങ്ങൾ. പക്ഷേ അവർക്കൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ മുകളിൽ ഒരുപാട് കൊണ്ട് കയറാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും കടകളില്ലാത്തത്. പിന്നെ ദാ ഈ ഒരു ബസ് പാസ് ചെയ്ത് പോണത് മാത്രം കിട്ടി കേട്ടോ. ഇതൊക്കെ ഫുള്ള് ആ മഴ പ്രതീക്ഷിക്കാതെയൊക്കെയാണ് കേട്ടോ മഴ പെയ്യണത്. അപ്പോഴും നമ്മൾ റെയിൻകോട്ട് ഊരിയിട്ട സമയത്തായിരിക്കും. പിന്നെ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ഇടാനും പറ്റില്ലത്. അപ്പോഴത്തേക്ക് കണ്ട് എൻ്റെ മുഖത്ത് മഴത്തുള്ളിയെല്ലാം വീണ് കരിയെല്ലാം സ്പ്രെഡായി ഫുള്ള്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഒരിടത്ത് വെച്ച് പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് നടക്കുന്നതാണ് കേട്ടോ. നേരെ അങ്ങോട്ട് കുറേ ഇരിക്കാനൊക്കെ പറ്റണം, അങ്ങ് എൻഡിൽ അവിടെ പോകാൻ പറ്റും. പിന്നെ ഇതാ ഇതുപോലെ കുറേ പയ്യന്മാരെ സെറ്റ് ഉണ്ടായിരുന്നു. വേറെ ഫാമിലി ഉണ്ടായിരുന്നു. ശരിക്കും കാറുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കാറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലൊരു ടവർ പോലെ സംഭവത്തിലൊക്കെ കയറാൻ പറ്റും. നമ്മൾ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല, നേരെയാണ് പോയത്. ആ ആടാ അതിൻ്റെ എങ്ങാണ്ട് പടം കൊടുത്തിരിക്കില്ലേ, അതിൻ്റെ അവിടെ നിന്ന് നേരെ പോയി അവിടെ കുറേ നേരം ചെന്നിരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ചേട്ടനെ കൊളയട്ട കടിച്ചായിരുന്നു. ഈ പ്രാവശ്യം അതുപോലെ ചേട്ടനെ കടിച്ച്. അന്ന് ഒരു കാലിലാണെങ്കിൽ ഈ പ്രാവശ്യം പോയപ്പോൾ 2 കാലിലും കടിച്ചായിരുന്നു. എൻ്റെ ആയുഷിൻ്റെ ദേഹത്ത് ചോര ഇല്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ നമ്മളെ വെറുതെ വിട്ടത്. ചേട്ടന് കാര്യമായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട്. കാലിൽ 2ലും നല്ല ചോരയൊക്കെ ആയിരുന്നേ. എന്നാൽ നമ്മൾ 2 പേരാണ് വെള്ളത്തിൽ കളിച്ചത്, നമുക്കൊന്നും പറ്റിയില്ല. ചേട്ടൻ വെറുതെ നിന്നിട്ട് ചേട്ടനാണ് കൊളയട്ടേനെ കടിയൊക്കെ കിട്ടിയത്. പിന്നെ അതിനെ കളഞ്ഞിട്ട് നമ്മളിഞ്ഞ് പോന്നു. ആയുഷ് നല്ല മഴയത്തൊക്കെ കളിച്ചതുകൊണ്ട് നല്ല ഓടിക്കളിക്കും. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ, നല്ല രസമായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം അവിടെ നിന്ന് നമ്മൾ കളിച്ച്. പിന്നെ മറ്റേ ഒരു മഞ്ഞ കളർ പൂവുണ്ടല്ലോ, ഓണത്തിനൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ പൂവ്. അത് ഓണത്തിന് മാത്രമല്ല, എപ്പോഴും എല്ലായിടത്തുമൊക്കെ വിരിഞ്ഞ് നിൽക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. അത് അവിടെ ഉണ്ടായിരുന്നു. ഒരു 5-6 കിട്ടി. അത് പറിച്ച് തലയിലൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അതിൻ്റെത് വരണുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അങ്ങ് ലാസ്റ്റ് നമ്മൾ പോയെന്ന് പറഞ്ഞില്ലേ, അവിടെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഫ്രണ്ടിലോട്ട് പോകാമേ, പക്ഷേ കാണാൻ പറ്റില്ല. ഈ കോട നിറഞ്ഞിരിക്കണുണ്ടേ നമുക്ക് തിരിച്ചിങ്ങോട്ട് കയറാനുള്ള വഴിയോ സംഭവങ്ങളൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് പോവാത്തത്. കൈയൊക്കെ തണുത്ത് ഒരുമാതിരി ആയിരുന്നു. അതാണ് കേട്ടോ ഞാൻ കാണിച്ചത്. നമുക്ക് വെള്ളം തണുപ്പൊക്കെ പറ്റുമ്പോൾ കൈയൊക്കെ ഒരുമാതിരി ആവില്ല, ആ ഒരിത്. നമുക്ക് അവിടെ നിന്ന് ഈ പൂവെല്ലാം പറിച്ച് തലയിൽ ഫിറ്റ് ചെയ്ത്.
അങ്ങനെ ഇത് വെച്ച് കുറേ നേരം വീഡിയോ എടുത്തിട്ട് പിന്നും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അവിടെ പിന്നെ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നടന്നു പോകും. പാറേനെ മണ്ടയിലൊക്കെ കയറി പോയിരുന്നു. ഈ പ്രാവശ്യം നമ്മളങ്ങനെ പാറേനെ മണ്ടയിലൊന്നും കയറിയില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇടത്തെ സൈഡ് പാറയാണ് കേട്ടോ, ഫുള്ള് പാറയാണ്. ഫുള്ളെന്ന് പറഞ്ഞാൽ ഫുള്ള് ചറുക്കിയൊക്കെ വീണ ചത്തു, അത്രയ്ക്കും കയറ്റമുണ്ട് പാറ. അതുകൊണ്ട് മഴ പെയ്ത് ഇതായിട്ട് കിടക്കണല്ലേ, ശ്രദ്ധിച്ചൊക്കെയാണ് കയറുക. അതുകൊണ്ട് നമ്മൾ കയറില്ല. അതാ ഈ കാണുന്നതാണ് കേട്ടോ, ഈ പാറയിൽ കൂടെ വെള്ളവും ഒലിച്ച് പറഞ്ഞുണ്ട്. ഇതിൽ നിന്ന് ഒലിച്ച് പറഞ്ഞ വെള്ളത്തിലാണ് നമ്മൾ കളിച്ചത്. ഈ ഒരു സംഭവമൊക്കെ അടുത്ത് ചെന്ന് നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ദൂരെ നിന്ന് ഇത് കാണാൻ പറ്റൂല, ഈ മഞ്ഞിൻ്റെ ഇതുകൊണ്ട്. ഈ ഒരു ഈ രണ്ട് പിള്ളേരായിട്ട് ആയിഷ കമ്പനിയായിരുന്നു. പിള്ളേരുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയും എടുക്കുകയും ചെയ്തു. ഇത് വണ്ടി പാർക്ക് ചെയ്യണ ആ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെയാണ് ഇത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളിയെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിരുന്നു. വീഡിയോ എടുത്തിട്ട് നമുക്ക് കൊതി തീരില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഫോണിൽ കൂടെ കാണാൻ തന്നെ എനിക്ക് നല്ല ഭയങ്കര ഭംഗിയായിട്ട് തോന്നണം കേട്ടോ. അപ്പോൾ നേരിട്ട് കണ്ട അപ്പോൾ നമ്മളെ കാര്യം ഒന്ന് നോക്കിക്കോണേ. നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത്രയ്ക്കും ഇങ്ങനെ മഞ്ഞ് ഇറങ്ങിക്കിടന്നു, മഞ്ഞിനെ കോട മഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കിടന്നു. എല്ലാവരും നല്ലതായിട്ട് അന്ന് പോയവർക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയേ. പിന്നെ ഇത് നമ്മൾ കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ ഉള്ളതാണ്. അപ്പോഴും ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളവിടെ തിരിച്ചപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ, ഇതെല്ലാം ഞാൻ എടുക്കണത്. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ടും കൂടെ വന്ന് കുറച്ച് വീഡിയോ ഞാൻ എടുത്തോളാം. ഇത്രയും വീഡിയോ കൊണ്ട് ഞാൻ നിർത്തി. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോയ്ക്കാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു, അരമണിക്കൂർ അടുപ്പിച്ച് പോയി. ഇത് ഞാൻ കുറച്ച് വീഡിയോ ആയിട്ട് 10-12 മിനിറ്റിൽ ഞാൻ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈയിടയ്ക്കെന്നല്ല, ഇനി കുറച്ച് വർഷത്തേക്ക് ആയിട്ട് അങ്ങോട്ട് പോകണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ കണ്ട് നമുക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ നിന്ന് പൊത്തോന്നും പറഞ്ഞ് എടുത്തോണ്ട് പോകണത്. അപ്പം നമ്മുടെ ഈ പ്രാവശ്യത്തെ പൊന്മുടി വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതുപോലെ ഇനി അടുത്ത വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ.